ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ സുഗമമായിട്ട് വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് വയറ് വലിക്കുന്നതിനും പിന്നീടുള്ള മെയിൻ്റനൻസിനും അതുപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വയറും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിന് എങ്ങനെ വേണം നമുക്ക് വയറ് വലിക്കുക, എങ്ങനെ വേണം നമ്മുടെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ജംഗ്ഷൻ ബോക്സുകൾ എവിടെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് പൈപ്പുകൾ ചെയ്യുന്ന സമയത്ത് വയറിങ്ങിൻ്റെ പൈപ്പുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബിയിലേക്കാണെങ്കിലും റൂമുകളിലേക്കാണെങ്കിലും നമ്മൾ പൈപ്പുകളുടെ എണ്ണം കൂടുതലാണ് കൊണ്ടുപോകുന്നത്. കാരണം സർക്യൂട്ട് കാര്യങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുമാത്രമല്ല ഓരോ റൂമുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഓരോ സർക്യൂട്ടിനും സെപ്പറേറ്റ് MCBകളും, കിച്ചണിലേക്കാണെങ്കിൽ മോട്ടറിന് സെപ്പറേറ്റ് MCB, പവർ സർക്യൂട്ടിന് സെപ്പറേറ്റ് MCB, അതുപോലെ തന്നെ റൂമുകളിലേക്കാണെങ്കിൽ AC സെപ്പറേറ്റ് MCB, വാട്ടർ ഹീറ്ററിന് സെപ്പറേറ്റ് MCB, റൂം സർക്യൂട്ടിന് സെപ്പറേറ്റ് MCB, അങ്ങനെ സെപ്പറേറ്റ് MCBകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഫേസ് DB ആണെങ്കിലും സിംഗിൾ ഫേസ് DB ആണെങ്കിലും സെപ്പറേറ്റ് പൈപ്പുകൾ നമ്മൾ അല്ലെങ്കിൽ സർക്യൂട്ടുകൾ കൊണ്ടുപോകുന്നതിന് പണ്ടത്തെ രീതി അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പൈപ്പുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ പൈപ്പുകൾ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ മെയിനായിട്ട് വരുന്ന DBയിൽ നിന്ന് പോകുന്ന ഏരിയകളുണ്ടാകും. ഇങ്ങനെയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ടും അവിടെ ലൈറ്റ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ സെപ്പറേറ്റ് ഈ പൈപ്പുകളുടെ ഇടയിൽ ഒരു പൈപ്പ് മാത്രം ലൈറ്റിന് വേണ്ടി പൊക്കി നിർത്തി അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ഹോൾഡറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പുകളിൽ അടിച്ചു കയറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്നും കാണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പുകൾ നമ്മൾ ബാക്കിൽ പ്ലാസ്റ്റിക് കാര്യങ്ങൾ കഴിയണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പോയിരിക്കുന്ന വയറിൻ്റെ ഉള്ളിലൂടെ ഡ്രില്ല് പോവുകയും ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഷോർട്ടായിട്ട് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമാണ് നമുക്ക് ഈ പോകുന്ന ഏരിയകളിൽ നമുക്ക് ജംഗ്ഷൻ ബോക്സ് PVCയുടെ ജംഗ്ഷൻ ബോക്സുകൾ തന്നെ വെച്ച് കൊടുത്ത് ആ ഏരിയകളിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് നല്ല ഒരു കാര്യം. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വയറ് വലിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ ഒരു 3 ബെൻഡ് അല്ലെങ്കിൽ ഒരു 4 ബെൻഡിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വയറ് വലിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അത്രയും ലോങ് വരുന്ന വയറ് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെയല്ല ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്വിച്ച് ബോർഡുകളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ ജംഗ്ഷനായിട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ കാണുന്നതാണോ? ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ലൈറ്റ് പോയിന്റ് കൂടാതെ ജംഗ്ഷനുകളായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജംഗ്ഷനുകളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷനായിട്ട് ഈ PVC ബോക്സ് ഉപയോഗിക്കും. കാരണം അവിടെ നിന്ന് സർക്യൂട്ട് തിരിഞ്ഞു പോകുന്ന ഏരിയകളുണ്ടാവും. അതായത് ഹാളിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് കിച്ചണിൻ്റെ ഏരിയയിലേക്ക്, ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്ക് ഇതെല്ലാം പോകുന്ന ഏരിയകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മുകളിലത്തെ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ജംഗ്ഷൻ ബോക്സ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പണ്ടത്തെ രീതിയിലുള്ള ബ്ലാക്ക് ജംഗ്ഷൻ ബോക്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, അതായത് ഫുൾ ബ്ലാസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇത് പൊട്ടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4x4 PVC ബോക്സ് വെച്ചാൽ അതിന് സെപ്പറേറ്റ് ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ഊരാനും പറ്റും. അതുപോലെ തന്നെ ഫാൻസ് ലൈറ്റോ കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ നമുക്ക് പിടിപ്പിക്കാനും പറ്റും. അതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ കണ്ടോ 6x4 PVC ബോക്സാണ് വന്നത്. അത് ഈ 6x4 PVC ബോക്സിൻ്റെ സൈഡിലൂടെ കയറാവുന്ന പൈപ്പ് നമുക്ക് മാക്സിമം 25 mm, അതായത് 1 ഇഞ്ച് പൈപ്പ് എന്ന് പറയും. നമ്മുടെ DBയിലേക്ക് പോകുന്ന മെയിനായിട്ട് സർക്യൂട്ടുകൾ കൊടുക്കുന്ന പൈപ്പുകളാണ്. അത് കയറാവുന്ന എണ്ണം വൺ സൈഡ് മിനിമം 5 എണ്ണമാണ്. അതായത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 5 പൈപ്പ് വരെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് 4x4 PVC ആണ്. ഈ 4x4 PVCയിൽ നമുക്ക് വൺ സൈഡ് കൊടുക്കാൻ പറ്റുന്നത് 3 പൈപ്പാണ് നമുക്ക് വൺ സൈഡ് ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 4x4 വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 2 ആവശ്യമുള്ളത് 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ 2 എണ്ണം, പിന്നെ മുകളിലേക്കായിട്ട് 3 എണ്ണം. ഒരു സൈഡിൽ മാത്രം 3 എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം, ഈ സൈഡ് 3 എണ്ണം, മുകളിലേക്ക് 1 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ 4x4 PVC ആണെങ്കിൽ 2 സൈഡിലും നമുക്ക് ഓരോ സൈഡുകളിലും 3 PVC പൈപ്പ് വെച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 6x4 ആകുമ്പോൾ നമുക്ക് 5 PVC പൈപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ 6x4 എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ എവിടെയാണോ പൈപ്പിൻ്റെ എണ്ണം കൂടുതൽ പോകുന്ന ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് 6x4 കൊടുക്കേണ്ടി വരും. അതല്ല പൈപ്പിൻ്റെ എണ്ണം കുറവുള്ള സ്ഥലങ്ങളിൽ 3 എണ്ണമൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് 4x4 കൊടുക്കേണ്ടി വരും. അപ്പോൾ 4x4 6x4 കോമൺലി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് വീടിൻ്റെ അകത്ത് മുകളിലായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത്രയും വലിയ ഷീറ്റ് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. 4x4 തന്നെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് 4x4 തന്നെയാണ്. 6x4 മാക്സിമം ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ.
നമുക്ക് മാക്സിമം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ 6x4 PVC ബോക്സ് അവിടെ സെപ്പറേറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതായത് നമ്മുടെ ഫുൾ വൈറ്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഇത്രയും വലിയ ബോക്സ് ആയതുകൊണ്ട്. അപ്പോൾ 6x4 കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ജംഗ്ഷനുകൾ മാക്സിമം നമുക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് AC കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമായിട്ടില്ല, പിന്നീട് നമുക്ക് റൂമിലേക്ക് ACയോ പല സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ്, ഇപ്പോൾ വർക്ക് ഏരിയ തന്നെ കിച്ചൻ്റേതായ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീടാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ ജംഗ്ഷൻ ബോക്സുകളാണ് നമ്മൾ കൊടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഏത് സ്ഥലത്തേക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് DBയിൽ നിന്ന് സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറയും. അത് മാക്സിമം കംപ്ലയിൻറ്റ്സ് കുറയും. പിന്നെ അത് മാത്രമല്ല നമുക്ക് സെപ്പറേറ്റ് പോകുന്നത് കൊണ്ട് വയറുകളെല്ലാം പൈപ്പുകളെല്ലാം തന്നെ സെപ്പറേറ്റുകളായിട്ട് പോകുന്നതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് വരുന്നില്ല, ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവില്ല മാക്സിമം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇതുപോലെ ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 90% കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല സീലിങ്ങിലേക്ക് വയറിങ് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. സീലിങ്ങിൽ എത്ര വയർ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ജംഗ്ഷൻ ബോക്സ് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വയറിങ് ചെയ്യാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറച്ച് പാർട്ടിക്ക് അത് വീട്ടുകാർക്ക് മാക്സിമം കംപ്ലയിൻറ്റ്സ് കുറച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി തന്നെയാണ് ജംഗ്ഷൻ ബോക്സുകൾ യൂസ് ചെയ്തുകൊണ്ട്. അതും PVCയുടെ ബോക്സുകൾ പിന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇത് ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഷെയർ ചെയ്യാൻ മടിക്കരുത്. പുതിയ വീഡിയോ വയ്ക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.